നെക്സ്റ്റ് പാർട്ട് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്, ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അധ്യാപകരുണ്ടാക്കിയിട്ടുള്ള സ്ലൈഡുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ അധ്യാപകർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന അധ്യാപകർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, നല്ലൊരു നന്ദി നൽകുന്നു. ഓക്കെ, നന്ദി പ്രകാശിപ്പിക്കുന്നു. ഓക്കെ, സോ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ഓക്കെ, സോ മെൻ്റലിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ, ഗ്രിഗർ ജോൺ മെൻ്റൽ എന്ന് പറഞ്ഞത്, ഓക്കെ, ജെനറ്റിക്സിൻ്റെ എന്താണ് നമ്മുടെ ഒരു ഫാദറാണെന്ന് പറഞ്ഞില്ലേ. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ഡൈഹൈബ്രിഡ് ക്രോസ്, നമ്മൾ പറഞ്ഞു 2 ക്രോസുകളുണ്ട്, മോണോ ഹൈബ്രിഡ് ക്രോസും ഉണ്ട്, ഡൈഹൈബ്രിഡ് ക്രോസും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അപ്പോൾ അതിൽ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ ഈ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 2 ആണ്. സോ 2 ജോഡി സ്വഭാവത്തിൻ്റെ വിപരീത ഗുണങ്ങളാണ് നമ്മൾ കണക്കിലെടുക്കുന്നതെങ്കിൽ, അതായത് ഉദാഹരണത്തിന് സസ്യത്തിൻ്റെ പ്ലാന്റിൻ്റെ ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്, അതുപോലെ തന്നെ സീഡിൻ്റെ ഷേപ്പ്. ഓക്കെ, അങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ക്ലാസ്സിൽ ഒരു ട്രേറ്റ് മാത്രമല്ലേ, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമല്ലേ പറഞ്ഞിരുന്നത്, ഹൈറ്റ് മാത്രമല്ലേ പറഞ്ഞിരുന്നത്. സോ അതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് കേട്ടോ. ഇത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. 2 ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് 2 പെയേഴ്സ്, അപ്പോൾ ഹൈറ്റ് ഓഫ് പ്ലാന്റ് അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് സീഡ്, അങ്ങനെ 2 ക്യാരക്ടേഴ്സ് എടുക്കുന്നുണ്ട്, 2 ട്രേറ്റുകൾ, 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളാണ് എടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഉയരം കൂടിയത്, ഉരുണ്ട വിത്ത്, 2 കാര്യങ്ങളാണ്. ഉയരം കൂടിയതെന്ന് പറയുമ്പോൾ നമ്മൾ ട്രൂ ആയിട്ട് എടുക്കുന്ന സമയത്ത്, ട്രൂ ബ്രീഡിംഗ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഉയരം കൂടിയെന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി. റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ. ഓക്കെ അല്ലേ. ഇനി ഉയരം കുറഞ്ഞതാണെങ്കിലോ സ്മോൾ ടി. റിങ്കിൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളുങ്ങിയിട്ടുള്ളത് എങ്ങനെ പറയാം? സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാകുന്ന ചെടികളുടെ പ്രത്യേകത എങ്ങനെയായിരിക്കും? നമുക്കൊന്ന് വരച്ച് നോക്കാമല്ലോ. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, നമുക്കറിയാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. സ്റ്റിൽ നമുക്കൊന്ന് വരച്ചിട്ട് ഞാനൊന്ന് പറയാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ വരിക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇവിടെ എന്താ വരിക? സ്മോൾ ടി, സ്മോൾ ആർ. ഓക്കെ, നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കമ്പൈൻ ചെയ്യണം? ഇതും കമ്പൈൻ ചെയ്യണം, പിന്നെ ഇതും കമ്പൈൻ ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെ ഈ ഒരു രീതിയിൽ എല്ലാത്തിൽ നിന്നും നമ്മളിങ്ങനെ ജോഡികൾ തരംതിരിച്ച് ഇങ്ങനെ എഴുതണം കേട്ടോ. ഇങ്ങനെ എഴുതുന്ന സമയത്ത് വി വിൽ ഗെറ്റ് എങ്ങനെ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന എല്ലാ ചെടികളും എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന എല്ലാ ചെടികളും ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഇതാണ് കിട്ടുക എല്ലാ ചെടികളും. അതായത് നമ്മൾ 2 ക്യാരക്ടേഴ്സാണ് എടുക്കുന്നത്. ഏതൊക്കെയായിരുന്നു? നമ്മളെ ചെടിയുടെ ഉയരവും അതുപോലെ തന്നെ വിത്തിൻ്റെ ഷേപ്പും. ചെടിയുടെ ഉയരം എന്ന് പറയുമ്പോൾ അതിൽ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളുണ്ട്. ഏതൊക്കെയായിരുന്നു? ടോളും ഉണ്ട്, ഡ്വാർഫും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വിത്തിൻ്റെ ആകൃതി എന്ന് പറയുന്നത് റൗണ്ടും ഉണ്ട്, റിങ്കിൾഡും ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ 2 ക്യാരക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ ഡൈഹൈബ്രിഡ് ക്രോസ് ആണെന്നുണ്ടെങ്കിൽ 2 ക്യാരക്ടേഴ്സ് എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിലൂടെ, അതായത് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള ഒരു പ്ലാന്റിൽ നിന്നും അതുപോലെ തന്നെ ഉയരം കുറഞ്ഞിട്ടുള്ള റിങ്കിൾഡ് ആയിട്ടുള്ള ചുളുങ്ങിയ വിത്തുള്ള ഒരു ചെടിയും നമ്മൾ എടുത്തിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തുന്ന സമയത്ത് 1ാം തലമുറയിൽ നമുക്ക് കിട്ടുന്ന ചെടി എന്ന് പറയുന്നത് ഉയരം കൂടിയിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള വിത്തുള്ള ചെടിയാണ് കിട്ടുന്നത്. അതാണ് ഈ കൊടുത്തിട്ടുള്ള ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഫസ്റ്റ് ജനറേഷനിൽ കേട്ടോ. ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്ന എല്ലാം തന്നെ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ദാറ്റ് ഈസ് എങ്ങനെയായിരുന്നു? ടോളാണത്, അറ്റ് ദ സെയിം ടൈം എന്തുവാണ്? ഉരുണ്ടതാണ്. ടോൾ ആൻഡ് റൗണ്ട് സീഡായിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം. ഇവിടെ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡോമിനൻ്റ് ട്രേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റെസസീവ് ഏതാ? റെസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരം കുറഞ്ഞതും ചുളുങ്ങിയ വിത്തുള്ളതാണ് റെസസീവ് ട്രേറ്റ്. അതിവിടെ കണ്ടോ? ഇല്ല, ഒരിക്കലും എന്തിൽ കാണില്ല? 1ാമത്തെ ജനറേഷനായിട്ടുള്ള ഫസ്റ്റ് ജനറേഷനിൽ ഫിലിയൽ 1ൽ അത് കാണില്ല. അതോടെ മറഞ്ഞിരിക്കും. റെസസീവ് ട്രേറ്റ് ആണ്, അല്ലെങ്കിൽ റെസസീവ് ക്യാരക്ടറാണ്. ഇതെവിടെയാണ് കാണിക്കുന്നത്? ഇത് നമ്മൾ കാണിക്കുന്നത് അടുത്ത തലമുറയിലാണ്, F2 ജനറേഷനിലാണ് ഇത് കാണിക്കുക. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ? സെൽഫ് പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ള ഒരു ചെടിയും ഉയരം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുള്ള ഒരു ചെടിയും തമ്മിൽ കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉയരം കൂടിയിട്ടുള്ള ഉരുണ്ട വിത്തുള്ള ഒരു ചെടിയാണ്. മനസ്സിലായല്ലോ? ഇതാണ് F1ൽ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ സബ്ജക്റ്റുകളും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക്
ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ PPT ആണ് ഞാൻ പറഞ്ഞു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഇത് റഷീദ് എന്ന് പറഞ്ഞൊരു ഒരു സർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു PPT ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള PPTകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്ററും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മളിനി സെക്കൻഡ് ജനറേഷൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഹൈബ്രിഡൈസേഷൻ ആണ് കേട്ടോ. നമ്മൾ സെക്കൻഡ് ജനറേഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? സെൽഫ് പോളിനേഷൻ ചെയ്യണം. ഓക്കെ, ഈ സെൽഫ് പോളിനേഷൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്ലാന്റ് ഉണ്ടാവുന്നത് നോക്കിക്കേ. നമ്മൾ രണ്ടിൽ നിന്നും നമ്മൾ ടൈം ടേബിളൊക്കെ നോക്കില്ലേ, ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കണം, ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കണം, മനസ്സിലായി? ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കണം, ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കണം. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്ലാന്റ് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. എങ്ങനെ എടുത്തു മനസ്സിലായല്ലോ? ഇതും 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 ഇതും. ക്ലിയർ അല്ലേ? അടുത്തല്ലോ ഇതും എടുക്കണം, ഇതും എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. ഇനി ഇതും എടുക്കണം, ഇതും എടുക്കണം. പക്ഷേ എഴുതുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റലാണ് ആദ്യം എഴുതുന്നത്, അതുകൊണ്ട് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, അടുത്തതോ ഇതും എടുക്കണം, ഇതും എടുക്കണം. പക്ഷെ നമ്മൾ എന്താ എഴുതണ്ടേ? ക്യാപിറ്റൽ അല്ല ആദ്യം എഴുതണ്ടേ. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതും എടുക്കണം, ഇതും എടുക്കണം. അപ്പം എന്താ എഴുതണ്ടേ? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. മനസ്സിലായല്ലോ? ഇനിയോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതോ, അടുത്ത് ഇതും എടുക്കണം, ഇതും എടുക്കണം. അടുത്തതോ ഇതും എടുക്കണം, ഇതും എടുക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരുന്നത്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അടുത്തതോ ഇതും എടുക്കണം, ഇതും എടുക്കണം, ഇതും എടുക്കണം, ഇതും എടുക്കണം. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ വരും? ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ആർ. അടുത്തതോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അടുത്തതോ ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഓക്കെ, നെക്സ്റ്റോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. അടുത്തത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. നെക്സ്റ്റ് സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. നമ്മൾ ടൈം ടേബിൾ നോക്കുന്ന അതേ പാറ്റേണിലാണ് ഇത് ചെയ്യുന്നത്. സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, സ്മോൾ ടി സ്മോൾ ആർ. ഓക്കെ, ഇങ്ങനെ ഇത്രയും നമുക്ക് എന്ത് കിട്ടും? ഈ ക്രോസുകൾ കിട്ടും. ഓക്കെ, സോ ഇത് തന്നെ നമ്മളിത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നോക്കിക്കേ, F1 ജനറേഷനിലുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ചെയ്തപ്പോൾ F1 കിട്ടിയ ചെടികളെല്ലാം തന്നെ ഉയരം കൂടിയ ഉരുണ്ട വിത്തുള്ളതായിരുന്നു. ഓക്കെ, നമ്മൾ സെക്കൻഡ് ജനറേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ വിധത്തിലാണ് നമുക്ക് ക്രോസുകൾ ലഭിക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ക്രോസുകൾ ലഭിക്കുന്നത്. ഇതിൽ നിങ്ങൾക്കറിയാം ഇത് പലതരത്തിലുള്ളതുണ്ട്. എങ്ങനെയൊക്കെ ഉണ്ടാവും? ഉയരം കൂടിയിട്ടുള്ളത് ഉണ്ടാവും, ടോളും ഉണ്ടാവും, അതുപോലെ തന്നെ റൗണ്ട് സീഡ് ഉള്ളതുണ്ടാവും. ഓക്കെ അല്ലേ? അല്ലെങ്കിലോ ഡ്വാർഫും ഉണ്ടാവും, അതുപോലെ തന്നെ റൗണ്ട് സീഡ് ഉള്ളതുണ്ടാവും. മനസ്സിലായോ? അല്ലെങ്കിലോ ടോളും ഉണ്ടാവും, പിന്നെ റിങ്കിൾഡ് ആയിട്ടുള്ള സീഡ് ഉള്ളതുണ്ടാവും. അതുപോലെ തന്നെ ഡ്വാർഫും ഉണ്ടാവും, റിങ്കിൾഡ് ആയിട്ടുള്ള സീഡ് ഉള്ളതുണ്ടാവും. ഇങ്ങനെ 4 തരത്തിലുള്ളതുണ്ടാവും. ഓക്കെ, 4 തരത്തിൽ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് റേഷ്യോ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ടോളും റൗണ്ടും ഏതൊക്കെയാണ്? ടോൾ റൗണ്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ഫസ്റ്റ് വൺ, ഇത് ടോളാണ്, റൗണ്ടാണ്. 1 2 3 4 5 6 7 8 9. ടോൾ റൗണ്ട് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. മനസ്സിലായല്ലോ? ടോൾ റൗണ്ട് എന്ന് പറയുന്നത് 9 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി ഡ്വാർഫ് റൗണ്ട് ആണെങ്കിലോ? ഡ്വാർഫ് റൗണ്ട് എന്ന് പറയുന്നത് ഡ്വാർഫ് റൗണ്ട് ആണെങ്കിൽ 1, ഡ്വാർഫ് റൗണ്ട് 2 and 3, 3 എണ്ണം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഹിയർ ഇറ്റ്സ് 3. ഓക്കെ, ഇനി ടോളും റിങ്കിൾഡും ആണെങ്കിൽ ടോള് 1 2 and 3. ഓക്കെ, 3 എണ്ണമാണ് വരുന്നത്. ഓക്കെ, ഇനിയോ ലാസ്റ്റ് വൺ, ഇനി ഒരെണ്ണം ബാക്കിയുണ്ടല്ലോ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതെന്ന് പറയുന്നത് ഡ്വാർഫാണ്, റിങ്കിൾഡാണ്. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണമാണുള്ളത് കേട്ടോ. ഓക്കെ, സോ നമുക്കിതിൻ്റെ റേഷ്യോ എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് 9:3:3:1. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താ ഇങ്ങനെ വന്നിട്ടുള്ള കൺഫ്യൂഷൻ വേണ്ട. നോക്കിക്കേ, ടോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാം, പിന്നെ എങ്ങനെയൊക്കെ വരാം? ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. ഇതൊക്കെ ടോളാണ്. റൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ വരാം? റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. ഓക്കെ, ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുള്ളൂ? ഇങ്ങനെ. ഓക്കെ, റിങ്കിൾഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരുള്ളൂ? ഇങ്ങനെ.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. സോ ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകത. ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണെന്നുണ്ടെങ്കിൽ F2 ജനറേഷനിൽ കിട്ടുന്നത് ടോൾ റൗണ്ട് നോക്കിയേ, ടോള് കണ്ടോ, ക്യാപിറ്റൽ ഡി, റൗണ്ട് ക്യാപിറ്റൽ ആർ മനസ്സിലായല്ലോ. സോ ഇതാണ് റേഷ്യോ വരുന്നത്. റേഷ്യോ എങ്ങനെ വരുന്നത്? 1 2 3 4 5 6 7 8 9 9:1 2 3 3:2. കളേഴ്സ് നോക്കൂ കേട്ടോ, 1 2 3 3. ഇനി ഒരു കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഏതാ? ഇതാ കിട്ടുന്നു 1. ഓക്കെ, സോ ഉയരം കൂടിയത് ഉരുണ്ട വിത്തുള്ളത് 9 കിട്ടി, ഉയരം കൂടിയത് ചുളുങ്ങിയ വിത്തുള്ളത് 3 കിട്ടി, ഉയരം കുറഞ്ഞത് ഉരുണ്ട വിത്തുള്ളത് 3 കിട്ടി, അതുപോലെ തന്നെ ഉയരം കുറഞ്ഞത് ചുളുങ്ങിയ വിത്തുള്ളത് 1 കിട്ടി. സോ ഇതിൻ്റെ അനുപാതം എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ആണ്. ക്ലിയർ? അപ്പോൾ ഇതിനെ പുന്നറ്റ് സ്ക്വയർ എന്നാണ് പറയുന്നത്. നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഈസിയാണ്. അപ്പോൾ ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്ന് മെൻ്റൽ കണ്ടെത്തിയിട്ടുള്ള അനുമാനങ്ങൾ, നിഗമനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ലിംഗകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓരോ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുകയും തികച്ചും സ്വതന്ത്രമായിട്ട് വ്യാപരിക്കുകയും ചെയ്യുന്നു. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്യൂറിങ് ഗെയ്മേറ്റ് ഫോർമേഷൻ, ഗെയ്മേറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത്, ഓക്കെ, അതായത് ലിംഗകോശങ്ങളെയാണ് നമ്മൾ ഗെയ്മേറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ മനുഷ്യന്മാരിലാണെങ്കിൽ ഗെയ്മേറ്റ് എന്ന് പറഞ്ഞാൽ സ്പേമും ഓവവുമാണ് ഗെയ്മേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ദ പെയ്ഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ എ പർട്ടിക്കുലർ ക്യാരക്ടർ സെഗ്രിഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്, രണ്ടും തമ്മിൽ കൂടിക്കലരാതെ സെപ്പറേറ്റ് ആയിട്ടാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇത് മനസ്സിലായിരിക്കുന്നു. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനി മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ് ഷോർട്ടായിട്ടൊന്ന് പറയുന്നുണ്ട് ഇവിടെ. തോട്ടപ്പയർ ചെടി, നമ്മുടെ ഗാർഡൻ പീ പ്ലാന്റ്, അതിൽ നമ്മൾ 7 ജോഡി വിപരീത ഗുണങ്ങളുടെ പാരമ്പര്യ പ്രേഷണം പഠനവിധേയമാക്കി. ഓക്കെ, ആരാ വിധേയമാക്കിയിട്ടുള്ളത്? ഗ്രിഗർ ജോഹാൻ മെൻ്റലായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ മാത്രം പരിഗണിച്ച് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴെല്ലാം തന്നെ എത്ര കിട്ടി നമ്മൾ? അതായത് മോണോ ഹൈബ്രിഡ് ക്രോസിൽ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 3:1. ഇത് 2 വിപരീത ഗുണങ്ങൾ, 2 ജോഡി പരിഗണിച്ചപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 9:3:3:1 എന്ന് പറയുന്ന അനുപാതത്തിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഏത് തലമുറയിലാണ് കിട്ടിയ? രണ്ടാമത്തെ തലമുറയിൽ. ഒന്നാമത്തെ തലമുറയിൽ കിട്ടിയതെല്ലാം തന്നെ ഒരേപോലെയായിരുന്നു. അതിൻ്റെ ഏത് മാത്രമേ കാണിച്ചുള്ളൂ? അതിൻ്റെ ഡോമിനൻറ്റ് ട്രേറ്റ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ജനറേഷനിലാണ് ആ റെസസീവ് ട്രേറ്റ് ഇവിടെ കാണാനിടയായത്. അതിൻ്റെ റേഷ്യോ ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണെങ്കിൽ 3:1 ആണ്. അതുപോലെ തന്നെ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണെന്നുണ്ടെങ്കിൽ 9:3:3:1. ഓക്കെ, അപ്പോൾ ഒരു പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതും, ഡൈഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ 9:3:3:1 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ലിംഗകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രണ്ടും തമ്മിൽ കൂടിക്കലരാതെ സെപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് എന്ത് ഉണ്ടാവുന്നത്? കോശങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, മെൻ്റലിൻ്റെ പാരമ്പര്യ പ്രേഷണ നിയമങ്ങളുടെ ചില പരിമിതികൾ, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ നമ്മൾ നോക്കിക്കേ, ഒരു ചുവന്ന പൂക്കൾ, വെള്ളപ്പൂക്കൾ, പക്ഷെ ഇത് വേറെ ഒരെണ്ണം. നമ്മളിതുവരെ പറഞ്ഞ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേറ്റുകളാണ് ഡിസൈഡ് ചെയ്യുന്നതല്ല പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കേ, മൂന്നാമതൊരു കളർ. അപ്പോൾ ഇതെന്താ അങ്ങനെ വന്നിട്ടുള്ളത്? അപ്പോൾ ഡൈവേഴ്സിറ്റി ഉണ്ടാവാം, സ്വഭാവ ഗുണങ്ങളിലെ വൈവിധ്യം ഉണ്ടാവും, ഡൈവേഴ്സിറ്റി ഓഫ് ട്രേറ്റ്. അപ്പോൾ അതിനെ അടിസ്ഥാനത്തിൽ നമ്മൾ 4ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിച്ചിട്ടുണ്ട്. നോൺ മെറ്റീരിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് 4ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്നാമതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് മനസ്സിലായല്ലോ. എക്സാമ്പിൾ നോക്കുക. ഈ 4 മണി 10 മണി പൂവൊക്കെ ഉണ്ടല്ലോ, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞിരുന്നത് എന്താ? 2 കളേഴ്സാണ് ഉണ്ടാവുക, അതിലൊരു കളർ മാത്രം കാണിക്കും, മറ്റേ കളർ കാണിക്കില്ല എന്നല്ലേ. പക്ഷേ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ അങ്ങനെയല്ല, ഇങ്ങനെ വ്യത്യാസമുണ്ട്. കോ ഡോമിനൻസ് പറഞ്ഞാൽ രണ്ടും കാണിക്കും. മനസ്സിലായോ? ഇവിടെ നോക്കിക്കേ, ഈ പശുവിൻ്റെ പ്രത്യേകത നോക്കിക്കേ, ഈ കളറും കാണുന്നുണ്ട്, ഈ കളറും കാണുന്നുണ്ട്. സോ രണ്ടും കാണിക്കും. ഇനി മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഏതൊക്കെയുണ്ട്? ABO നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ABO ആണ്. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ A പോസിറ്റീവ് ഉണ്ടാവാം, B പോസിറ്റീവ് ഉണ്ടാവാം, O പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം. അത് പിന്നെ പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്ന് പറയുന്നത്. വെളുത്തത്, ഒരു മീഡിയം കളർ, ഭയങ്കരമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, അങ്ങനെയുള്ള കളേഴ്സ് ഉണ്ടാവാം. അത് നമുക്കറിയാം, മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവാണ്, അല്ലെങ്കിൽ ഒരു പിഗ്മെൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന് കളർ കൊടുക്കുന്നത്, സ്കിന്നിന് കളർ കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഹെയറിന് കളർ കൊടുക്കുന്നത് മെലാനിൻ തന്നെയാണ്. മെലാനിൻ്റെ ഉൽപ്പാദനം കൂടുന്ന സമയത്ത് ബ്ലാക്ക് ആയിരിക്കും, മെലാനിൻ്റെ ഉൽപ്പാദനം കുറയുന്ന സമയത്ത് വൈറ്റ് കളർ ആയിരിക്കും. ഓക്കെ, സോ ഇത് ഓരോന്നും പറയുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്തിട്ടാ? ചുവന്ന പൂവുള്ളതും വെളുത്ത പൂവുള്ളതുമായിട്ടുള്ള 4 മണി ചെടികൾ തമ്മിലുള്ള വർഗ്ഗസങ്കരണം വഴി ഏത് കളർ കിട്ടി? പിങ്ക് കിട്ടി.
സാധാരണ ചുവന്നും വെള്ളയും കൂടി ചേർന്ന സമയത്ത് ഒന്നുകിൽ ചുവപ്പ് അല്ലെങ്കിൽ വെള്ളയല്ല ഉണ്ടാവുന്നത്. പക്ഷെ അതിന് പകരം വേറൊരു കളർ പിങ്ക് കിട്ടി. അതിന് പറയുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് പ്രകടഗുണത്തിൻ്റെ അലീലിന് ഗുപ്തഗുണത്തിൻ്റെ അലീലിനെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലായോ? ശരിക്കും ഇവിടെ എന്തുണ്ടായെന്ന് അറിയോ? ഈ റെഡായിരുന്നു വരേണ്ടിയിരുന്നത്. വൈറ്റിനെ അവിടെ റെസസീവായിട്ട് വൈറ്റിനെ മറച്ചിട്ട് റെഡാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഈ റെഡിൻ്റെ കൂടെ എന്തും കൂടി വന്നു, വൈറ്റും കൂടി വന്നിട്ട് മിക്സ് ആയിട്ടാണ് എന്ത് കളർ ഉണ്ടായിട്ടുള്ളത്? പിങ്ക് കളർ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായി? ശരിക്കും റെഡാണ് ഉണ്ടാവേണ്ടിയിരുന്നത്, വൈറ്റ് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷേ വൈറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല? റെഡ് കളറിന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ആ വൈറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ചെറിയൊരു ഷെയ്ഡ് കൊടുത്തപ്പോൾ ഇതിൻ്റെ കളർ വന്നിട്ട് പിങ്ക് കളറായി മാറി. മനസ്സിലായി? ഇത് വേറൊരു കളറല്ല കേട്ടോ പിങ്ക് എന്ന് പറയുന്നത്. ആക്ച്വലി എന്താ സംഭവിച്ചിട്ടില്ല? റെഡ് കളറാണ് ഡോമിനേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ വൈറ്റും കൂടി അതിലോട്ട് വന്നിട്ട് മിക്സ് ആയപ്പോൾ അതിൻ്റെ കളർ ചെറുതായിട്ട് മങ്ങിയിട്ട് പിങ്ക് കളറായി പോയി. ഓക്കെ, ഇനി കോഡോമിനൻസ് ആണെങ്കിലോ? കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ കന്നുകാലിയിലും കുതിരയിലൊക്കെ കാണപ്പെടുന്ന റോൺ കോട്ട് പാറ്റേൺ. അതെന്തുട്ടാ? രണ്ട് അലീലുകളും ഒരേ സമയം പ്രകടമാകുന്നു. ഇപ്പോൾ നോക്കിക്കുക, ഒരു ബ്രൗൺ കളറും ഉണ്ട്, വൈറ്റ് കളറും ഉണ്ട്. രണ്ടും പ്രകടമാകുന്നുണ്ടെങ്കിൽ അതിനാണ് കോ ഡോമിനൻസ് പറയുന്നത് കേട്ടോ. കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നടത്താം. ഓക്കെ, ഷെയറിംഗ് എന്നൊക്കെ പറയാം. നമ്മൾ പറയില്ലേ, കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, കോ വാലന്റ് ബോണ്ടും അതുപോലെ അയണിക് ബോണ്ടും. സോ കോ വാലന്റ് മീൻസ് ഷെയറിംഗ് ഓഫ്. ഓക്കെ, സോ ഇവിടെ രണ്ടെണ്ണം കൂടിയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ അലീൽസ് ആണ് നമ്മൾ പറഞ്ഞ മനുഷ്യനിലുള്ള ABO ബ്ലഡ് ഗ്രൂപ്പ്. ABO എന്ന് പറഞ്ഞാൽ എന്താ? എ ഉണ്ട്, A പോസിറ്റീവ് A നെഗറ്റീവ്, ബി ഉണ്ട്, B പോസിറ്റീവ് B നെഗറ്റീവ്, O ഉണ്ട്, O പോസിറ്റീവ് O നെഗറ്റീവ്, AB ഉണ്ട്, AB പോസിറ്റീവ് AB നെഗറ്റീവ്. മനസ്സിലായി? അങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ, അത് ജീനിന് രണ്ടിലേറെ അലീലുകൾ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ അലീലിസം. ഇനി പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ നമ്മുടെ ത്വക്കിൻ്റെ നിറവ്യത്യാസം, ഒന്നിലധികം ജീനുകൾ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന മെലാനിൻ വർണ്ണകത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ. നമുക്കറിയാം മെലാനിനാണ് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നത്, ഹെയറിന് കളർ കൊടുക്കുന്നത്. മെലാനിൻ്റെ ഉൽപ്പാദനം കൂടുന്ന സമയത്ത് കളർ ബ്ലാക്ക് ആയിരിക്കും, അതുപോലെ തന്നെ മെലാനിൻ്റെ ഉൽപ്പാദനം കുറയുന്ന സമയത്ത് വൈറ്റ് ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലരൊക്കെ കറുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെലാനിൻ്റെ ഉൽപ്പാദനം കൂടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ വെളുപ്പിക്കാൻ പറ്റും? മെലാനിൻ്റെ ഉൽപ്പാദനം കുറച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ത്വക്കിൻ്റെ നിറവ്യത്യാസത്തിന് പിന്നിൽ എന്താണെന്ന് പറയുന്നത്, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൂര്യപ്രകാശ തീവ്രത വ്യത്യസ്തമായതിനാൽ. കാരണം മനസ്സിലായല്ലോ, സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ചിട്ടാണ് ഈ മെലാനിൻ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ഓരോ പ്രദേശത്തും ത്വക്കിൻ്റെ നിറത്തിന് അനുയോജ്യമായിട്ടുള്ള ജനിതക മാറ്റങ്ങൾ സംഭവിച്ചു. എവിടെയാണോ അവർ താമസിക്കുന്നത് അതിൻ്റെ ബേസിലാണ് ഇവരുടെ സ്കിന്നിൻ്റെ കളറുകൾ വരുന്നത്. സൂര്യപ്രകാശം, ഭക്ഷണം, വിറ്റാമിൻ ഡി എന്നിവ പോലുള്ള പരിസ്ഥിതി ഘടകങ്ങളും ത്വക്കിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്നുണ്ട്. സോ ബിഹൈൻഡ് ദ സ്കിൻ color difference എന്തായിരുന്നു? As the intensity of sunlight varies in different geographical regions, genetic variations suitable for the skin color of each region have occurred. Environmental factors such as sunlight, diet and vitamin D also influence skin color എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? സോ what's next? ഓക്കെ, മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ, വ്യതിയാനങ്ങൾ സന്താനങ്ങളിൽ കാണപ്പെടാനുള്ള കാരണം അതിന് പറയുന്നതാണ് ക്രോസിംഗ് ഓവറും മ്യൂട്ടേഷനും. ഓക്കെ, സോ ക്രോസിംഗ് ഓവർ ആൻഡ് മ്യൂട്ടേഷൻ, ഇതാണ് എന്തിന് കാരണം? ദ ജനറ്റിക് പ്രോസസ്സസ് റെസ്പോൺസിബിൾ ഫോർ വാരിയേഷൻ. അപ്പോൾ വാരിയേഷന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, രണ്ട് കാര്യങ്ങളാണ്, ക്രോസിംഗ് ഓവറും മ്യൂട്ടേഷനും കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം, അവ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മിയോസിസ് ഉണ്ട്, മൈറ്റോസിസ് ഉണ്ട്. ഓക്കെ, മിയോസിസും മൈറ്റോസിസും. അപ്പോൾ അതിന് മുന്നേ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കോശത്തിൽ, സെല്ലുകളിൽ മനുഷ്യന്മാരുടെ ക്രോമസോമിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 46 ക്രോമസോമുകളാണ് എണ്ണത്തിൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നുണ്ട്, 46 ക്രോമസോംസ് ആണ്. ഓക്കെ, ഒരു മനുഷ്യനിൽ 46 ക്രോമസോംസ് ആണ് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത്. 46 ക്രോമസോംസ് ആണ് സെല്ലുകളിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 46 ക്രോമസോം ഉണ്ടാകും. നമ്മൾ പറഞ്ഞു രണ്ട് ഗെയ്മേറ്റുകൾ, മെയിൽ ഗെയ്മേറ്റും അതുപോലെ തന്നെ ഫീമെയിൽ ഗെയ്മേറ്റും. മെയിൽ ഗെയ്മേറ്റാണ് സ്പേം എന്ന് പറയുന്നത്, ഫീമെയിൽ ഗെയ്മേറ്റാണ് ഓവം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഒരു ഓഫ്സ്പ്രിങ് അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത്. ഈ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ആ കുഞ്ഞിനും എത്ര തന്നെ ക്രോമസോംസ് ഉണ്ടാവണം? 46 ക്രോമസോംസ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സ്പേംസിൽ എത്ര ക്രോമസോം ഉണ്ടാവണം? സ്പേംസിൽ ഉണ്ടാവേണ്ടത് 23 ക്രോമസോംസ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഓവത്തിനാണെങ്കിൽ എത്ര വേണം? ഓവത്തിനും 23 തന്നെ വേണം. അങ്ങനെയാണ് ഈ 23 കൂട്ടിയിട്ടാണ് നമുക്ക് 46 ക്രോമസോമുകൾ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ശരിക്കും എത്രയുണ്ട്? 46. ഇതിനെ പറയുന്നതാണ് 2n സ്റ്റേജ് കേട്ടോ. 2n സ്റ്റേജ്, 2n സ്റ്റേജ്. ഇതിന് നമ്മൾ പറയും ഡിപ്ലോയിഡ് അല്ലെങ്കിൽ ഡൈപ്ലോയിഡ് എന്നൊക്കെ പറയട്ടെ. ഡിപ്ലോയിഡ് നിങ്ങൾക്ക് പഠിക്കാം, ഡിപ്ലോയിഡ് സ്റ്റേജ്. ഓക്കെ, ഇതിൻ്റെ പകുതിയല്ലേ? ഏതിൻ്റെ പകുതി? 46ൻ്റെ പകുതിയല്ലേ? അതിന് പറയുന്നതാണ് n സ്റ്റേജ് എന്ന് പറയാം, അല്ലെങ്കിൽ പറയുന്നതാണ് ഹാപ്ലോയിഡ്.
മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നോക്കാം. ഇത് 46 ഡിപ്ലോയിഡ് ആണല്ലോ നമ്മൾ പറഞ്ഞു. ഫുൾ ഉണ്ടെങ്കിൽ 46 ഉണ്ടെങ്കിൽ ഡിപ്ലോയിഡ് ആണ്, ഡൈപ്ലോയിഡ് ആണെന്ന് പറയും. അതിനെന്ത് സംഭവിച്ചു? അത് സ്പ്ലിറ്റായിട്ട് 23 എന്ന് പറയുന്ന രീതിയിലോട്ട് മാറി. എന്തായി മാറി എന്ന് പറയാം? ഡിപ്ലോയിഡ് എന്തായിട്ട് മാറി? ഹാപ്ലോയിഡ് ആയിട്ട് മാറി. ഓക്കെ. എന്നിട്ട് അത് വീണ്ടും ഒരു 4 എണ്ണമായിട്ട് മാറി. 2 4 എണ്ണമായിട്ട് മാറി. ഓക്കെ. ഇതാണ് മിയോസിസ് എന്ന് പറയുന്നത്. മിയോസിസ്. ഓക്കെ. മിയോസിസിൻ്റെ മലയാളം വേർഡാണ് നമ്മുടെ ഊനഭംഗം എന്ന് പറയുന്നത്. ഊനഭംഗം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഊനഭംഗം എന്ന് പറയുന്നത് 46 ക്രോമസോമുകൾ ഉണ്ടായിരുന്നു സ്പ്ലിറ്റായിട്ട് 23 ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നതിന് പറയുന്നതാണ് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം, ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നു. രണ്ട് ഒരേ സൈസിലുള്ള ഷേപ്പിലുള്ള ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സംഭവങ്ങളായിട്ട് മാറുന്നു. ഇതാണ് മിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. മൈറ്റോസിസ് ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഇത് ഏതിനാണ് നടക്കുന്നത്? ഇത് നമ്മുടെ ലിംഗകോശങ്ങൾ ഉണ്ടാവാനായിട്ടാണ് ഇത് സഹായിക്കുന്നത്. അല്ല, ഒന്നുകിൽ സ്പേം അല്ലെങ്കിൽ ഓവൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നടക്കുന്നത്. അപ്പോൾ ഊനഭംഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സ്വരൂപ ക്രോമസോമുകൾ എന്താ പറഞ്ഞു? നമ്മൾ സൊമാറ്റിക് ക്രോമസോംസ് നമ്മൾ പറഞ്ഞു. മനുഷ്യന്മാരിൽ ടോട്ടൽ 46 ക്രോമസോംസ് ആണുള്ളത്. അതിൽ 22 പെയർ, അതായത് 44 എണ്ണം വരുന്ന സ്വരൂപ ക്രോമസോമുകളാണ്, സമരൂപ ക്രോമസോമുകളാണ്, സൊമാറ്റിക് ക്രോമസോംസ് ആണ്. ഓക്കെ. അപ്പോൾ അവ എന്ത് സംഭവിക്കുന്നു? അവ പരസ്പരം ജോഡി ചേരുകയും ആ ഭാഗത്ത് വെച്ച്, അതായത് ആ ഭാഗം എന്ന് പറയുമ്പോൾ കയാസ്മ, ക്രൊമാറ്റിഡുകൾ മുറിഞ്ഞ് പരസ്പരം കൈമാറുകയും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ എവിടെ വെച്ചിട്ടാണ്? കയാസ്മയിൽ വെച്ചിട്ടാണ്. കയാസ്മ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കഴിഞ്ഞൊരു എക്സാമിന് ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് ഒരു ഭാഗം അടയാളപ്പെടുത്താനായിട്ടുണ്ടായിരുന്നു. ആ സെൻറ്റർ പോർഷനാണ് നമ്മൾ കയാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ കയാസ്മ എന്ന് ചോദിക്കാം. അപ്പോൾ നോക്കിക്കേ, ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസ്, ഇത് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ മിയോസിസിൻ്റെ ആദ്യ ഘട്ടത്തിൽ, ഡ്യൂറിങ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസ്, ഹോമോലോഗസ് ക്രോമസോംസ് ഒരേപോലെയുള്ള, അതിനാണ് സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ സമരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ്. അത് ജോഡി ചേരുകയും, അതായത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നുള്ളത് ജോഡി ചേരുകയും വിത്ത് ഈച്ച് അതർ ആൻഡ് ദാറ്റ്, എവിടെ വെച്ചിട്ടാണ് ജോഡി ചേരുന്നത്? ഖയാസ്മയിൽ വെച്ചിട്ട് ജോഡി ചേരുകയും പിന്നെന്തെന്നു ക്രൊമാറ്റിഡുകൾ മുറിഞ്ഞിട്ട് പരസ്പരം കൈമാറുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രോസിംഗ് ഓവർ കേട്ടോ. ഇനി ക്രോസിംഗ് ഓവർ പറഞ്ഞു. അഗെയിൻ, ജനിതക കൈമാറ്റത്തിലൂടെ ജീനുകളാണ് കൈമാറുന്നത്. അലിയിൽ പുനഃസംയോജനം നടക്കുകയും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അതായത് ഇതൊരെണ്ണം, ഇത് വേറെ ഒരെണ്ണം, രണ്ടും തമ്മിൽ കൂടി ചേർന്നിട്ട് പുതിയതൊരു സംഭവം ഉണ്ടായി. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് സ്ട്രക്ചർ. അതായത് ജനിതക ഘടനയിൽ ആകസ്മികമായിട്ടുണ്ടാകുന്നതും കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റം. ആകസ്മികമായിട്ടെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം. ഇപ്പോൾ നമ്മൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻ, ഒരുപാട് നമ്മൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻ കേൾക്കുന്ന ആളുകളാണെങ്കിൽ സ്കിൻ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് അടുത്ത തലമുറയിലേക്ക് വ്യാപിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, സഡൻ, പെട്ടെന്നുണ്ടാകുന്ന ഹെറിറ്റബിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു തലമുറയിലുണ്ടെങ്കിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ചേഞ്ചിന് പറയുന്നതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതെങ്ങനെ മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന റീസൺസ് എന്തൊക്കെയാണ്? DNA ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, അതായത് എറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ. DNA ഡബിൾ ആവും അങ്ങനെ ആയി വരില്ലേ? ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചില രാസവസ്തുക്കൾ, സർട്ടൻ ചില കെമിക്കൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ സ്കിൻ ക്യാൻസർ ആലോചിച്ചാൽ മതി. ക്യാൻസർ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഫോർ മ്യൂട്ടേഷൻ. പിന്നെ വികിരണങ്ങൾ, റേഡിയേഷൻസ് ഒക്കെ കേട്ടോ, അതെല്ലാം തന്നെ ഹാംഫുൾ ആണ്. എക്സ്റേസും എല്ലാം തന്നെ ഹാംഫുൾ ആണ്. ഓക്കെ. സോ മ്യൂട്ടേഷൻ കോസസ് ചേഞ്ച് ഇൻ ജീനും. അപ്പോൾ മ്യൂട്ടേഷൻ എന്തുണ്ടാക്കും? ജീനുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ മാറ്റങ്ങൾ എന്തുണ്ടാവും? അടുത്ത തലമുറയിലേക്ക് പ്രകടമാകുകയും ചെയ്യും. ഓക്കെ. ഇത്രയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ. ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ സ്റ്റഡി മെറ്റീരിയൽസ്, ഇതിൻ്റെ PPT ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് നമ്മുടെ വാട്സപ്പിൽ അയക്കാം. വാട്സപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു.